നിന്ന് കവർന്നത് 30 പവൻ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വൻ കവർച്ച. വീട്ടിൽ നിന്ന് 30 പവനോളം സ്വർണം മോഷണം പോയി. ജ്വല്ലറി ഉടമയുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അഭിലാഷിനോട് വിവരങ്ങൾ ചോദിക്കാം. അഭിലാഷ്, അപ്പോൾ വലിയ തുകയുടെ സ്വർണം, 30 പവൻ സ്വർണമാണ്, ഒരു വൻ കവർച്ചയാണ്. എന്തെങ്കിലും തെളിവുകൾ പോലീസ് ലഭിച്ചോ? ആരാണ് ഈ മോഷ്ടാക്കൾ? എന്തെങ്കിലും സൂചനയുണ്ടോ? ഷിഹാസെ കൊയിലാണ്ടിയിലെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വീട്ടിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് മോഷണം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തന്നെ വീട്ടുടമസ്ഥൻ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് വീടിന്റെ വാതിലൊക്കെ പൊളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് അകത്ത് കടന്ന് പരിശോധിച്ചപ്പോൾ വീടിന്റെ അലമാറി അടക്കം ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അലമാറിയിലായിരുന്നു ഏതാണ്ട് 30 പവനോളം സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് ജ്വല്ലറി ഉടമ കൂടിയായ ഉടമസ്ഥൻ പറയുന്നത്. ഏതായാലും സമീപത്തുള്ള ആരെങ്കിലും ആയിരിക്കാം, അത്തരത്തിലും മോഷ്ടാവ് തന്നെയായിരിക്കാം അവിടെ ഇത്തരത്തിൽ മോഷണം നടത്തിയതെന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. കാരണം ഇവർ വീട് മാറി താമസിക്കുന്നതിനടക്കമുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കണം ഇത്തരത്തിലുള്ള മോഷണം നടന്നിട്ടുണ്ടാവുക. ഏതായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ കുറിച്ച് പോലീസിന് ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും വെള്ളടയാള വിദഗ്ധരടക്കം സംഭവ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് അന്വേഷണം നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജ്വല്ലറി ഉടമയായ ഒരാളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് 30 പവനോളം സ്വർണം, അതായത് 30 ലക്ഷത്തിലേറെ നഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിന്റെ വാതിലും അലമാരിയും ഒക്കെ കുത്തിപ്പൊളിച്ച നിലയിലാണ്. ശരി അഭിലാഷ്.